ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു അബ്സല്യൂട്ട് സൊല്യൂഷൻ. നമ്മൾ പലപ്പോഴും ആലോചിച്ചിട്ടില്ലേ, ഈ ലോകത്ത് ഒരുപാട് ക്രൂരകൃത്യങ്ങൾ നടക്കുന്ന മനുഷ്യർക്ക് അവർ അർഹിക്കുന്ന ഒരു ശിക്ഷ കിട്ടാതെയാണ് അവരുടെ അന്ത്യം. ദൈവം എന്താണ് ഇങ്ങനെ ഒരു നീതി നടത്തുന്നത്? അവർ ചെയ്ത ക്രൂരകൃത്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ അവർക്ക് അർഹിക്കുന്ന ഒരു ശിക്ഷ കിട്ടാത്തത് ഇതെന്താണ് ഇങ്ങനെ ഒരു ന്യായവിധി എന്നൊക്കെ പലപ്പോഴും ചിന്തിച്ചിട്ടില്ലേ? അങ്ങനെ ലോകപ്രശസ്തരായ ക്രൂരന്മാരുടെ കഥകളുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത്. എൻ്റെ ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണം. ഓക്കെ, നമുക്ക് കഥകളിലേക്ക് കടക്കാം. ക്രൂരൻ നമ്പർ 1, അഡോൾഫ് ഹിറ്റ്ലർ. 1889 ഏപ്രിൽ 20 ജർമ്മനിക്കടുത്തുള്ള ഓസ്ട്രിയയിൽ അലോയ്സ് ഹിറ്റ്ലറിൻ്റെ 52ാമത്തെ വയസ്സിൽ അയാളുടെ 3ാം ഭാര്യയായ ക്ലാര പോൺസിൻ്റെ മകനായി അഡോൾഫ് ഹിറ്റ്ലർ ജനിക്കുന്നു. ഹിറ്റ്ലറിൻ്റെ പിതാവ് ഒരു കസ്റ്റംസ് ഓഫീസറായിരുന്നു. വീട്ടിൽ തികഞ്ഞ അച്ചടക്ക നടപടികളോടെയാണ് ഹിറ്റ്ലർ വളർന്നത്. നല്ല ശിക്ഷാ നടപടികളും അയാളെ ഏർപ്പെടുത്തിയിരുന്നു. പഠിച്ചിരുന്ന സ്കൂളിലും അതേപോലെ തന്നെ കടുത്ത അച്ചടക്കമുള്ള നടപടികളുള്ള ഒരു സ്കൂളായിരുന്നു. ഈ സാഹചര്യത്തിൽ വളർന്നുകൊണ്ട് ഈ ക്യാരക്ടറൊക്കെ അയാളുടെ ജീവിതത്തെ കുറേ ബാധിച്ചിരിക്കാം. എങ്കിൽ പോലും ഒരു തികഞ്ഞ കലാകാരനാകുവാൻ വേണ്ടി ആഗ്രഹിച്ചിരുന്ന വ്യക്തിയായിരുന്നു ഹിറ്റ്ലർ. മ്യൂസിക് പഠിച്ച് പള്ളിയിലെ കൊയർ ഗ്രൂപ്പുമായിട്ടൊക്കെ സഹകരിച്ചിരുന്നു. നല്ലൊരു ചിത്രകാരനാവാനും ആഗ്രഹിച്ചിരുന്നു. വലുതാകുമ്പോൾ തനിക്ക് ഒരു പള്ളി വികാരിയാകണം എന്നായിരുന്നു ഹിറ്റ്ലറിൻ്റെ ആഗ്രഹം. വിശുദ്ധനായ ഒരു പള്ളി വികാരിയാകുവാൻ ആഗ്രഹിച്ചിരുന്ന ഹിറ്റ്ലർ പിൽക്കാലത്ത് ലോകം കണ്ട ഏറ്റവും വലിയ ക്രൂരനായ ഒരു ഭരണാധികാരിയായി മാറുന്നതാണ് ലോകം കണ്ടത്. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ അല്പമെങ്കിലും ആശ്വാസം തൻ്റെ അമ്മയും ഇളയ സഹോദരനുമായിരുന്നു. തൻ്റെ ഇളയ സഹോദരൻ എഡ്മണ്ട് ഒരു മാറാരോഗം ബാധിച്ച് മരിച്ചപ്പോൾ താൻ ഈ ലോകത്ത് തീർത്തും ഒറ്റപ്പെട്ടു പോയി എന്ന് തോന്നി. അദ്ദേഹത്തിൻ്റെ സ്വഭാവം ആകെ മാറി. അനുസരണക്കേട് കൂടിയപ്പോൾ പിതാവിൽ നിന്നുള്ള ശിക്ഷാ നടപടികളും വർദ്ധിച്ചു. തൻ്റെ മകനെ തന്നെപ്പോലെ തന്നെ ഒരു കസ്റ്റംസ് ഓഫീസർ ആക്കണമെന്നായിരുന്നു അലോയ്സ് ഹിറ്റ്ലറിൻ്റെ പിതാവിൻ്റെ ആഗ്രഹം. അതനുസരിച്ച് അതുപോലൊരു സ്കൂളിൽ ഹിറ്റ്ലറിനെ കൊണ്ടുവന്നാക്കി. ഹിറ്റ്ലർ പഠനത്തിൽ ഉഴപ്പി എന്നും മാത്രമല്ല, ആ സ്കൂളിൽ നിന്നും ഹിറ്റ്ലർ ആകെ നേടിയത്, ടീച്ചർമാരിൽ നിന്നും മറ്റ് സഹപാഠികളിൽ നിന്നും സമൂഹത്തിൽ നിന്നും നേടിയത് കടുത്ത ജർമ്മൻ വർഗീയതയായിരുന്നു. ആ ജർമ്മൻ വർഗീയത അദ്ദേഹത്തിൻ്റെ സിരകളിൽ ഒരു വിഷം പോലെ പടർന്നുകൊണ്ടേയിരുന്നു. 14ാമത്തെ വയസ്സിൽ തൻ്റെ ഫാദർ മരിക്കുമ്പോൾ, അവൻ്റെ അപ്പൻ മരിക്കുമ്പോൾ ഹിറ്റ്ലറിന് തെല്ലും ദുഃഖം തോന്നിയില്ല എന്ന് മാത്രമല്ല, തനിക്ക് വല്ലാത്തൊരു സ്വാതന്ത്ര്യം ലഭിച്ചു എന്ന തോന്നൽ അവനുണ്ടായി. ഒരു നല്ല ചിത്രകാരനാകണം എന്ന ആഗ്രഹത്തോടു കൂടി ഏതെങ്കിലും ആർട്ട് അക്കാഡമിയിൽ ചേരണം എന്ന ആഗ്രഹവുമായി അയാൾ വിയന്നയിലേക്ക് വണ്ടി കയറി. വിയന്നയിൽ ചെന്നിറങ്ങി പലയിടത്തും അയാൾ പടം വരച്ചു ശ്രമിച്ചു. എങ്കിലും എല്ലായിടത്തും പരാജയപ്പെട്ടു. ആരും അയാളുടെ ചിത്രങ്ങൾ അംഗീകരിച്ചില്ല. നിരാശനാവാതെ പുറത്തു നിന്നുകൊണ്ട് ചിത്രങ്ങളൊക്കെ വരച്ച് കിട്ടുന്ന തുച്ഛമായ വരുമാനം കൊണ്ട് തന്നെ അയാൾ ജീവിച്ചു വരവേ അമ്മ ക്ലാരയും അർബുദം ബാധിച്ച് മരിക്കുന്നു. അമ്മയുടെ മരണം ഹിറ്റ്ലറിനെ തെല്ലുലച്ചു. മരണാനന്തര നടപടികളും എല്ലാം കഴിഞ്ഞതിന് ശേഷം വീണ്ടും വിയന്നയിൽ തന്നെ തിരിച്ചു വന്ന് പല അക്കാഡമികളും കയറിയിറങ്ങി വീണ്ടും ഒരു ശ്രമം നടത്തി. ആരും അയാളെ അംഗീകരിച്ചില്ല. അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങളും ആരും സ്വീകരിച്ചില്ല. തൻ്റെ പരാജയത്തിന് കാരണം, താൻ ഒരു കലാകാരനാവാത്തതിന് കാരണം യഹൂദന്മാരുടെ ചതിയാണ് എന്ന് അയാൾ ഉറച്ചു വിശ്വസിച്ചു. അവർ ചതിയന്മാരാണ്, അതുകൊണ്ടാണ് തന്നെ അഡ്മിഷൻ തരാത്തത്, തൻ്റെ കഴിവുകേട് കൊണ്ടൊന്നും അല്ല എന്ന് അയാൾ ഉറച്ചു വിശ്വസിച്ചു. ഈ വിയന്നയിൽ ആ കാലത്ത് യഹൂദ വിരോധികളായ ഒരുപാട് പേരുണ്ടായിരുന്നു, സംഘങ്ങളായും ഒക്കെ. അങ്ങനെയുള്ള ആൾക്കാരുടെ സംഘങ്ങളുമായി ചേർന്ന് അയാൾ പ്രവർത്തിക്കാൻ തുടങ്ങി. കാൾ ലുഗാറിനെ പോലുള്ള ആൾക്കാരുടെ പ്രസംഗങ്ങൾ ഹിറ്റ്ലറെ വല്ലാതെ ആകർഷിച്ചു. അങ്ങനെ ഒരു തികഞ്ഞ കലാകാരനാകുവാൻ വേണ്ടി വിയന്നയിൽ കാലുകുത്തിയ ഹിറ്റ്ലർ കടുത്ത ജർമ്മൻ വർഗീയവാദിയും യഹൂദ വിരോധിയും ആയി മാറുന്ന കാഴ്ചയാണ് പിന്നെ കണ്ടത്. അങ്ങനെ 1914 മെയ്യിൽ അയാൾ വിയന്നയിൽ നിന്നും ജർമ്മനിയിലേക്ക് വണ്ടി കയറി. അവിടെ ചിത്രങ്ങളൊക്കെ വരച്ച്
ഉപജീവനം കഴിച്ചു വരുന്ന സമയത്താണ് ഒന്നാം ലോക മഹായുദ്ധം. ഫ്രാൻസും ഇംഗ്ലണ്ടും റഷ്യയും ചേർന്ന് ഓസ്ട്രിയക്കെതിരെ യുദ്ധനീക്കങ്ങൾ ആരംഭിക്കുന്നു. അപ്പോൾ ഓസ്ട്രിയക്ക് സപ്പോർട്ട് കൊടുത്തുകൊണ്ട് ജർമ്മനി തീരുമാനിക്കുന്നു. അങ്ങനെ ഹിറ്റ്ലർ ചെന്ന് ജർമ്മൻ പട്ടാളത്തിൽ ചേരുവാൻ വേണ്ടി ചെല്ലുന്നു. അങ്ങനെ പരിശീലനം പൂർത്തിയാക്കി ഹിറ്റ്ലർ ഉൾപ്പെടുന്ന ബറ്റാലിയൻ ആ വർഷം തന്നെ ഒക്ടോബറിൽ ബെൽജിയത്തിലേക്ക് പുറപ്പെടുന്നു. ഓസ്ട്രിയയിൽ യുദ്ധം കൊടുമ്പിരി കൊണ്ട് നടക്കുമ്പോൾ പല അപകടകരമായ സാഹചര്യങ്ങളിൽ നിന്നും പല പ്രാവശ്യം അത്ഭുതകരമായി ഹിറ്റ്ലർ രക്ഷപ്പെട്ടു. സമയം കിട്ടുമ്പോഴെല്ലാം തൻ്റെ മനസ്സിലുള്ള യഹൂദ കമ്മ്യൂണിസ്റ്റ് വിരോധങ്ങൾ ക്യാമ്പിലൊക്കെ അയാൾ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരുന്നു. ആരും അത് കാര്യമാക്കിയില്ല. എങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ ആത്മാർത്ഥമായ സേവനവും ധൈര്യവും പരിഗണിച്ച് 1918 അയാൾക്ക് അയൺ ക്രോസ് ബഹുമതി നൽകി. മറ്റു പല അവാർഡുകളും ബഹുമതികളും ഒക്കെ നൽകി. എങ്കിലും അയാളുടെ ഒരു ബോഡി ലാംഗ്വേജും ഒരു കുള്ളനും ആയിരുന്നുകൊണ്ട് അയാൾ അർഹിക്കപ്പെട്ട ഒരു നിലയിലേക്ക് ഒരിക്കലും അധികാരികൾ അയാളെ ഉയർത്തിയില്ല. ഒരിക്കൽ യുദ്ധഭൂമിയിൽ വെച്ച് വിഷപ്പുകയേറ്റ് ഭാഗികമായ കാഴ്ച നഷ്ടപ്പെട്ട് ഹിറ്റ്ലർ ആശുപത്രിയിലാവുകയുണ്ടായി. അങ്ങനെ ആശുപത്രിയിൽ കഴിയവെയാണ് ജർമ്മനി ആ യുദ്ധത്തിൽ തോറ്റ് കരാറിൽ ഒപ്പുവെച്ചു എന്ന വിവരം അറിയുന്നത്, ഹിറ്റ്ലർ അറിയുന്നത്. കടുത്ത പകയോടുകൂടി അന്ന് ഹോസ്പിറ്റലിൽ നിന്നിറങ്ങിയ ഹിറ്റ്ലർ അവിടെ ഭരണം അസ്ഥിരത തുടർന്ന ജർമ്മനിയിൽ ഭരണം പിടിച്ചെടുക്കുവാനായി പല പാർട്ടികളും ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു. ഈ പാർട്ടികളുടെ രഹസ്യങ്ങൾ ചോർക്കുന്ന ചാരനായിട്ടാണ് പിന്നീട് ഹിറ്റ്ലർ അവതരിക്കുന്നത്. അങ്ങനെ ജർമ്മൻ വർക്കേഴ്സ് പാർട്ടി എന്ന പാർട്ടിയുടെ രഹസ്യം ചോർത്താൻ പോയ ഹിറ്റ്ലർ ഈ പാർട്ടിയുടെ ആശയങ്ങൾ തൻ്റെ ആശയങ്ങളും ഏകദേശം ഒരുപോലെയാണെന്ന് കണ്ടുകൊണ്ട് ആ പാർട്ടിയിൽ അംഗത്വം കൊടുക്കുകയായിരുന്നു. ഹിറ്റ്ലർ ആ പാർട്ടിയിൽ ചേരുമ്പോൾ അംഗബലം കുറഞ്ഞിട്ട് നേതൃത്വ ബലമൊന്നുമില്ലാതെ തീരെ അവശ്യ നിലയിലായിരുന്നു ആ പാർട്ടി. ഈ അവസരം മുതലെടുത്തുകൊണ്ട് തൻ്റെ മനസ്സിലുണ്ടായിരുന്ന കമ്മ്യൂണിസ്റ്റ് വിരോധവും യഹൂദ വിരോധവും തീപ്പൊരി പ്രസംഗങ്ങളായി അവതരിപ്പിച്ചുകൊണ്ട് അയാൾ പാർട്ടിക്കാരുടെ മനസ്സിൽ ഇടം നേടി. 1919 മ്യൂണിക്കിൽ വെച്ച് നടന്ന ഒരു പ്രസംഗത്തിൽ ഒരുപാട് പ്രവർത്തകർ അയാളുടെ ആരാധകരായി മാറി. നിങ്ങൾ ഉണരൂ, ഒരു ജർമ്മൻ ജനത മാത്രമുള്ള ഒരു രാജ്യം നിങ്ങൾക്ക് സ്വപ്നം കാണാൻ കഴിയുന്നില്ലേ? ഒട്ടും യഹൂദരില്ലാത്ത രാജ്യം എത്ര മനോഹരമായിരിക്കും. അത് നിങ്ങൾ സ്വപ്നം കാണൂ, അതിനുവേണ്ടി പ്രവർത്തിക്കൂ. എല്ലാവരെയും അയാൾ ആഹ്വാനം ചെയ്തു. ഈ ആശയം എല്ലാവരുടെയും മനസ്സിൽ ഒരു തീ പോലെ പടർന്നു കയറി പതുക്കെ പതുക്കെ അയാൾ നല്ലൊരു നേതാവായി ഉയർത്തപ്പെട്ടു. കടുത്ത യഹൂദ വിരോധികളായ പത്രക്കാരും സമൂഹത്തിലെ സമ്പന്നരും ശക്തമായ പിന്തുണയുമായി ഹിറ്റ്ലറുടെ പിമ്പിലുണ്ടായിരുന്നു. ക്യാപ്റ്റൻ ഏണസ്റ്റ് റോം അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു പിന്തുണയും കൂടി ആയപ്പോൾ ഹിറ്റ്ലർ പതിവിലും ശക്തനായി മാറി. തെരുവുതോറും ക്യാപ്റ്റൻ റോമിൻ്റെ നേതൃത്വത്തിൽ കമ്മ്യൂണിസ്റ്റുകൾക്കും യഹൂദർക്കുമെതിരെയുള്ള ആക്രമണങ്ങൾ നടന്നുകൊണ്ടേയിരുന്നു. അക്രമ രാഷ്ട്രീയം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ സായുധ വിപ്ലവത്തിലൂടെ അവിടുത്തെ ഭരണം അട്ടിമറിച്ച് തൻ്റെ കയ്യിലാക്കുവാൻ ഹിറ്റ്ലർ ഒരു ശ്രമം നടത്തി. അത് പരാജയപ്പെട്ടു. വീണ്ടും പല പ്രാവശ്യം അക്രമങ്ങൾ നടത്തി ഭരണം പിടിച്ചെടുക്കുവാൻ അയാൾ ശ്രമിച്ചെങ്കിലും പരാജയപ്പെടുകയും അറസ്റ്റിലായി ജയിലാവുകയും ചെയ്തു. അങ്ങനെ 9 മാസത്തെ ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങിയ ഹിറ്റ്ലർ തുടർന്ന് വന്ന ഇലക്ഷനിൽ നാസി പാർട്ടിയുടെ നേതാവായി മത്സരിച്ച് 3ാം സ്ഥാനത്ത് ജയിച്ചു കയറി. ഈ സമയത്താണ് ബെർലിൻ പാർലമെൻറ്റ് മന്ദിരത്തിന് ആരോ തീയിടുന്നത്. ഈ അവസരം മുതലെടുത്തുകൊണ്ട് അന്നത്തെ ജർമ്മൻ പ്രസിഡന്റ് ഹിൻഡൻബർഗിനെ സമീപിച്ച് തൻ്റെ തലയിൽ ഉദിച്ച കുറേ ആശയങ്ങൾ എഴുതി പിടിപ്പിച്ച ഒരു ഭരണഘടന ഭേദഗതി അത് നടപ്പിലാക്കണമെന്ന് നിർബന്ധിച്ചു. ഹിൻഡൻബർഗ് അത് വിസമ്മതിച്ചു. ഒട്ടും നിരാശനാവാതെ ഹിറ്റ്ലർ പുറത്തിറങ്ങി തൻ്റെ കുതന്ത്രങ്ങൾ ആവിഷ്കരിച്ച് പാർലമെൻറ്റിനകത്തുള്ള
നാസികളെ ഇളക്കി ഭരണ അസ്ഥിരത ഉണ്ടാക്കി. ഒരു ബില്ല് പാസ്സാക്കാനോ നന്നായിട്ട് ഭരിക്കുവാനോ പറ്റാത്തൊരവസ്ഥ അവിടെ സൃഷ്ടിച്ചു. അവസാനം ഹിൻഡൻബർഗ് അടുത്ത ഒരു ഇലക്ഷന് വേണ്ടി പ്രഖ്യാപിക്കേണ്ടുന്ന ഗതികേട് ഹിറ്റ്ലർ സൃഷ്ടിച്ചെടുത്തു. ഇപ്പോഴത്തെ ഹിറ്റ്ലറുടെ ശക്തി എന്ന് പറയുമ്പോൾ പത്രങ്ങളുടെ പിൻബലം, ഒരു വിഭാഗം പത്രങ്ങളുടെ പിൻബലം, വർഗീയവാദികളായ സാമ്പത്തിക ശക്തികളുടെ പിൻബലം, ഏണസ്റ്റ് റോം എന്ന സൈന്യാധിപൻ്റെ സപ്പോർട്ട്, ഇവയൊക്കെയായി ശക്തി ആർജിച്ചിരിക്കുന്ന ഹിറ്റ്ലറിൻ്റെ കീഴിൽ നാസി പാർട്ടിയുടെ അധിപനായി അയാൾ നിൽക്കുകയാണ്. പഴയ പീപ്പിൾസ് വർക്കേഴ്സ് പാർട്ടി ഇപ്പോഴില്ല. പകരം ഹിറ്റ്ലറിൻ്റെ സ്വന്തം നാസി പാർട്ടി മാത്രം. വന്ന ഇലക്ഷനിൽ ഹിറ്റ്ലറിൻ്റെ നാസി പാർട്ടി രാജ്യത്തെ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി ജയിച്ചു കയറി. തന്നെ ചാൻസലറാക്കണമെന്ന് അയാൾ ഹിൻഡൻബർഗിനോട് ആവശ്യപ്പെട്ടു. അയാൾ സമ്മതിച്ചില്ല. അപ്പോഴും നാസികളെ ഇളക്കി സമ്മർദ്ദം ചെലുത്തി ഒടുവിൽ ഹിറ്റ്ലറെ ചാൻസലറാക്കാതെ വഴിയില്ലെന്ന് വന്നു. അങ്ങനെ ഹിറ്റ്ലർ ജർമ്മനിയുടെ ചാൻസലറായി മാറി. തെരുവുതോറും കൊലപാതകങ്ങൾ, അക്രമങ്ങൾ യഹൂദർക്കെതിരെയും കമ്മ്യൂണിസ്റ്റുകാർക്കെതിരെയും നിരന്തരം നടന്നുകൊണ്ടേയിരുന്നു. കൂടി ഹിൻഡൻബർഗ് പ്രായാധിക്യം കാരണം കുറച്ചൊന്ന് അവശതയായപ്പോൾ ആ അവസരം മുതലെടുത്തുകൊണ്ട് ഹിറ്റ്ലർ ജർമ്മനിയുടെ സർവാധിപനായി സ്വയം പ്രഖ്യാപിച്ചു. അങ്ങനെ ഒരുപാട് നിരപരാധികൾ, സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ തങ്ങൾ ചെയ്ത കുറ്റങ്ങൾ എന്താണെന്ന് പോലും അറിയാതെ ജയിലുകളിൽ അടയ്ക്കപ്പെടുന്നു. കോൺസെൻട്രേഷൻ ക്യാമ്പുകൾ ഉണ്ടാകുന്നു. കൊലപാതകങ്ങളുടെ നീണ്ട നിരകൾ, എങ്ങും ചോരക്കളങ്ങൾ, നിലവിളികൾ. അക്കാലത്തെ ഹിറ്റ്ലറിൻ്റെ ഒരു മധുര ഉപദേശകനായിരുന്നു ഗീബൽസ്. അയാളുടെ വാക്ക് കേട്ട് തന്നെ വളർത്തി വലുതാക്കിയ ഒരുപാട് സപ്പോർട്ടുകൾ ഒക്കെ ചെയ്ത ഏണസ്റ്റ് റോമിനെ പോലും അയാൾ കൊന്നുകളഞ്ഞു. തനിക്കെതിരെ ശബ്ദിക്കുന്ന നാവുകൾ, അത് പത്രങ്ങളായിക്കോട്ടെ, ജനങ്ങളായിക്കോട്ടെ, സ്വന്തം ജനതയിൽ നിന്നായിക്കോട്ടെ, ഇടം വലം നോക്കാതെ അയാൾ കൊന്നുതള്ളി മുന്നേറിക്കൊണ്ടേയിരുന്നു. ജയിലുകൾ നിറഞ്ഞു കഴിഞ്ഞപ്പോൾ കോൺസെൻട്രേഷൻ ക്യാമ്പുകൾ. കുറ്റവാളികളെ ശിക്ഷിക്കുവാൻ അത്യാധുനിക ടെക്നോളജികൾ ഉപയോഗിക്കാൻ തുടങ്ങി. 1 മിനിറ്റ് വിധിന്യായത്തിലൂടെ ഒരുപാട് നൂറുകണക്കിന് ആൾക്കാരെ കൊന്നൊടുക്കി. പ്രായമുള്ളവരെയും രോഗികളെയും മാനസികാസ്വാസ്ഥ്യം ബാധിച്ചവരെയൊക്കെ ഇവരൊന്നും ആര്യ സാമ്രാജ്യത്തിന് ചേർന്ന ആളുകളല്ല എന്ന് പറഞ്ഞുകൊണ്ട് ദയാവധം നടപ്പിലാക്കി. അങ്ങനെ ഒരുപാട് പേരെ കൊന്നൊടുക്കി. ജയിലുകളിൽ നിന്നും കോൺസെൻട്രേഷൻ ക്യാമ്പുകളിൽ നിന്നും ഉയരുന്ന നിലവിളികൾ ലോകം വേദനയോടെ കണ്ടുകൊണ്ടിരുന്നു. ഞങ്ങളെ രക്ഷിക്കൂ എന്ന രോദനങ്ങൾ കോൺസെൻട്രേഷൻ ക്യാമ്പുകളിൽ നിന്നും. അങ്ങനെ ഒടുവിൽ ബ്രിട്ടനും റഷ്യയും അമേരിക്കയും ചേർന്ന് ജർമ്മനിയോട് യുദ്ധം പ്രഖ്യാപിക്കുന്നു. 2ാം ലോക മഹായുദ്ധം. അതിൻ്റെ കാരണക്കാരൻ മറ്റാരുമല്ല, ഹിറ്റ്ലർ തന്നെ. 2ാം ലോക മഹായുദ്ധത്തിൽ പതിയെ ഹിറ്റ്ലർ പരാജയം അനുഭവിക്കാൻ തുടങ്ങി. രക്ഷപ്പെടാനായി ബങ്കറുകൾക്കുള്ളിൽ അഭയം പ്രാപിച്ചു. തൻ്റെ സഹപ്രവർത്തകരെ എല്ലാം വിളിച്ചുകൂട്ടി അയാൾ പറഞ്ഞു, കീഴടങ്ങരുത്, പരാജയം തോന്നിയാൽ മരിച്ചേക്കണം. എല്ലാവർക്കും അയാൾ സയനൈഡ് ക്യാപ്സൂളുകൾ വിതരണം ചെയ്തു. തൻ്റെ കാമുകിയായ ഈവ ബ്രൗണിനെ ബംഗറിലേക്ക് വിളിച്ചു വരുത്തി. ആര്യ മത ആചാരപ്രകാരം അവിടെ വച്ച് വിവാഹം ചെയ്തു. തൻ്റെ നാളുകൾ എണ്ണപ്പെട്ട് കഴിഞ്ഞു എന്ന് മനസ്സിലായ ഒരു ദിവസം, പരാജയങ്ങൾ തുടർച്ചയായി അനുഭവിച്ച് അന്ത്യമെത്തിയെന്ന് മനസ്സിലായ ആ ദിവസം, ബംഗറിലെ തൻ്റെ സഹപ്രവർത്തകർക്കെല്ലാം ഹസ്തദാനം ചെയ്തിട്ട് ചെറുപുഞ്ചിരിയോടുകൂടി ഭാര്യയും വിളിച്ചുകൊണ്ട് അയാൾ തൻ്റെ സ്വകാര്യ റൂമിലേക്ക് പോയി. ഭാര്യ ഇവ ബ്രൗണിന് സയനൈഡ് ക്യാപ്സൂൾ കഴിക്കാൻ കൊടുത്തു. അതിനുശേഷം തികഞ്ഞ കലാകാരനാകുവാൻ ആഗ്രഹിച്ചിരുന്ന,
വിശുദ്ധനായ ഒരു പാതിരിയാകുവാൻ ആഗ്രഹിച്ചിരുന്ന, പിന്നീട് ലോകം കണ്ട ഏറ്റവും വലിയ ക്രൂരനായി മാറിയ ഹിറ്റ്ലർ തൻ്റെ തോക്കുകൊണ്ട് വലത്തെ നെറ്റിക്ക് നിറയൊഴിച്ച് സ്വന്തം വിധി നടപ്പിലാക്കി.